സൺഡേ മോർണിംഗ് കിച്ചണിലെത്തിയപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. പുട്ടുപൊടിയിൽ ഉപ്പും വെള്ളമൊക്കെ വെച്ചിട്ട് മിക്സാക്കി വെക്കുന്നുണ്ട്. പുട്ടും കടലക്കറിയാണ്. മീൻകാരൻ്റെ ലിസ്റ്റിൽ കൂന്തൾ കേട്ടപ്പോൾ പാത്രം എടുത്തിറങ്ങി കുറച്ച് കൂന്തളൊക്കെ വാങ്ങി. ഞാൻ കുറച്ച് വിത്തുകളൊക്കെ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. മുറ്റൊക്കെ അടിച്ചേരി കഴിഞ്ഞപ്പോൾ തുളസിൻ്റെ ഇലയും ഈ ഒരു ഇലയും പറിക്കാൻ പോവുകയാണ്. ഇതൊക്കെ വീണ്ടും ചുമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് സൺഡേ എന്ന് വെച്ചിട്ട് മടി പിടിച്ചിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇന്ന് കുറച്ചധികം പണികളുണ്ട്. വർക്കിംഗ് ഡേയ്സിൽ തിരക്കിൽ സൺഡേ ചെയ്യാന്ന് വെച്ചിട്ട് മാറ്റി വെക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. ഇത് എൻ്റെ ഡെയിലി വെയർസും ഔട്ട്ഫിറ്റ്സും എല്ലാം മിക്സഡ് ആയി കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. ഞാനിത് വെക്കുമ്പോൾ എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്താലും ഓൾക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് മിക്സായി പോകും. ഓളിവിടെ പുറത്ത് ഓളെ ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് നല്ല കളിയിലാണ്. നമുക്ക് ഓളെ കാണാതൊരു പണിയും കൂടെ ചെയ്യാനുണ്ട്. ഇത് ഓളെ ടോയ്സ് ഒക്കെ വെക്കുന്ന സ്റ്റോറേജ് ഏരിയയാണ്. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഐറ്റംസ് മാറ്റി വെക്കണം. ദെൻ ഓളെ മിനി ഫാൻ ഒന്ന് ചാർജിലിട്ട്, പിന്നെ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ റിമോട്ട് കാർ. അതും ഒന്ന് ബാറ്ററി ചാർജിലിട്ടിട്ടുണ്ട്. ഓളെ ലേറ്റസ്റ്റ് ടോയ്സ് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ മാറ്റി വെച്ച് ഈ ഓർഗനൈസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം 11 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും ബീഫും ഈ ഒരു ഉപ്പേരിയും വെളുത്തുള്ളിൻ്റെ പിക്കിളും കറിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ബ്രഞ്ച് കഴിക്കുകയാണ്. ടേബിളിലൊക്കെ ഇരുന്ന് കഴിക്കണേക്കാളും എനിക്ക് ഒന്നും കൂടെ കംഫർട്ട് കിച്ചൻ്റെ സ്റ്റെപ്പിൽ ഇരുന്ന് കഴിക്കണതാണ്. ഗാലക്സി. പിന്നെ ഞാൻ ചെയ്യുന്ന ഈ ഒരു വർക്കിന് സൺഡേ ഹോളിഡേ അങ്ങനെയൊന്നുമില്ല. സൺഡേ നമുക്ക് വേണമെങ്കിൽ ലീവ് എടുക്കുക, പ്രശ്നമൊന്നുമില്ല. ബട്ട് കസ്റ്റമേഴ്സിന് കറക്റ്റ് ടൈമിൽ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മിസ്സായി പോകും. സോ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടണോ അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഫീൽഡിൻ്റെ ഏണിങ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫീൽഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് DM ചെയ്താൽ മതി. സൺഡേ ആയതുകൊണ്ട് ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ധോനൊക്കെ ഉറക്കിയതിന് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. കുറേ നേരം വർക്ക് ഫോക്കസ് ചെയ്തിരുന്നപ്പോൾ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഓളയും കൊണ്ടൊന്ന് പുറത്തു കൂടെ നടക്കുകയാണ്. ഡിന്നറിന് ഓക്ക് സ്പെഷ്യലായിട്ട് കൂന്തൾ എരിവൊന്നും ഇടാതെ വേവിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇവൾക്ക് ഇങ്ങനെ ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്താൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്ക് അങ്ങനെ വർക്കൊക്കെ കൊടുത്തിരുത്തിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാനുള്ള എടുത്ത് വെച്ച് ഇനിയിപ്പോൾ ഓള് ആക്സസറീസ് ഇട്ട് വെക്കുന്ന ബോക്സും കൂടെ ഒന്ന് സെറ്റാക്കാണ്ട്. ഇതിലൊക്കെ എന്തൊക്കെയോ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്നും വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണ്ടത് മാത്രം എടുത്ത് വെച്ചിട്ട് അതും സെറ്റാക്കി. അപ്പോക്കും മാഷാഅല്ലാ ഓക്കും എടുത്ത് വെക്കുക ഓൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3 സ്റ്റാറും കൂടെ ഇട്ട് കൊടുത്താൽ ഓൾ ഹാപ്പിയായി. നാളെ മൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വർക്കുള്ള ദിവസമാണ്. അപ്പോൾ ധോന ഉറക്കിയതിന് ശേഷം ഒരു മൂവി പ്ലേ ചെയ്ത് വെച്ചിട്ട് നാളത്തേക്കുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നെ കുറച്ച് എഡിറ്റിങ്ങും ഉണ്ടായിരുന്നു.